നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. സരിതയ്ക്ക് രഹസ്യ വിസ്താരം. സോളാർ കേസിൽ സരിതയെ രഹസ്യ ക്രോസ് വിസ്താരം നടത്തി പ്രതി ബിജു രാധാകൃഷ്ണൻ. വിസ്താരവേദിയിൽ സർക്കാർ അഭിഭാഷകന് പ്രവേശനം അനുവദിച്ചില്ല. രഹസ്യ വിസ്താരത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു പറയില്ലെന്ന് സരിത. കേസിൽ സർക്കാരിനെതിരെ വെളിപ്പെടുത്തലുകൾ നടത്താൻ 10 കോടി വാഗ്ദാനം ചെയ്തു. തന്നെ സമീപിച്ച വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയില്ല. EP ജയരാജൻ പറഞ്ഞെന്നറിയിച്ച് പണം വാഗ്ദാനം നൽകിയത് പ്രശാന്ത് എന്നയാളെന്നും സരിത. സുരാന വെഞ്ചേഴ്സ് സെനറ്റുമായി സഹകരിച്ച് 20 കോടിയുടെ വ്യവസായം നടത്തിയതായി സരിത. 2012 നവംബറിൽ ജിക്കുമോന് പണം നൽകിയത് ബിജു രാധാകൃഷ്ണനുമായി ആലോചിച്ച ശേഷം ഹൈബീഡനുമായി ഫോണിൽ സംസാരിച്ചത് സോളാറിനെ കുറിച്ചല്ലെന്നും വെളിപ്പെടുത്തൽ. രവിക്കെതിരെ കേസില്ല. സോളാർ കേസിൽ സരിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തമ്പാനൂർ രവിക്കെതിരെ VS നൽകിയ പരാതി തള്ളി. KPCC ജനറൽ സെക്രട്ടറിക്കെതിരായ ആരോപണം സോളാർ കമ്മീഷനിൽ ഹാജരാക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിക്ക് വേണ്ടി സരിതയെ ഫോണിൽ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് സരിത S. നായർ നൽകിയ ശബ്ദരേഖയിൽ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ ശ്രമിച്ചതായി കാണുന്നില്ലെന്ന് പോലീസിന് നിയമോപദേശം. സംഭാഷണത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതായും സൂചനയില്ല. പരാതിയിൽ കഴമ്പില്ലെന്നും അതിനാൽ രവിക്കെതിരെ കേസെടുക്കാനാവില്ലെന്നും DGP TP സെൻകുമാർ. പുകഴ്ത്തലും സഹതാപവും. ഉമ്മൻചാണ്ടി സർക്കാരിനെ വാനോളം പുകഴ്ത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. വിവാദങ്ങൾ UDFന്റെ സാധ്യതകളെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല. ഈ സർക്കാരിന്റെ കാലത്തുണ്ടായ വികസനം മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ UDFന് ഭരണ തുടർച്ചയുണ്ടാകും. BJPക്ക് ഭരണത്തിന്റെ അയൽപ്പക്കത്ത് വരാൻ കഴിയില്ല. സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരും വരെ പ്രതിപക്ഷം ക്ഷമ കാണിക്കണം. ആര് നയിക്കണമെന്ന് ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ തീരുമാനിക്കട്ടെ എന്നും ആന്റണി. അതേസമയം സംസ്ഥാനത്തെ ഭരണപക്ഷത്തിന്റെ ഗതികേടിൽ സഹതപിക്കുന്നു എന്ന് പിണറായി. കള്ളങ്ങളുടെ നീണ്ട പട്ടിക ഗവർണറെ കൊണ്ട് സർക്കാർ വായിപ്പിച്ചു. തീവെട്ടിക്കൊള്ളയുടെയും അഴിമതി സംഘത്തിന്റെയും മന്ത്രിസഭയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്നും പിണറായി വിജയൻ. വീണ്ടും അഴിമതി ആരോപണം. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ അനധികൃതമായി ഭൂമി കൈമാറ്റം നടത്തിയെന്ന ആരോപണം. ദേശീയോദ്യാനത്തിന് സമീപത്തെ സ്ഥലം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആനന്ദിബെൻ പട്ടേലിന്റെ മകൾ അനേർ പട്ടേലിന്റെ ബിസിനസ് പങ്കാളിക്ക് തുച്ഛമായ വിലയ്ക്ക് നൽകിയെന്ന് കോൺഗ്രസ്. 125 കോടി രൂപ മൂല്യം വരുന്ന 280 ഏക്കർ സ്ഥലം കമ്പനിക്ക് റിസോർട്ട് പണിയാൻ കൈമാറിയത് 1.5 കോടി രൂപയ്ക്ക്. അനധികൃത ഇടപാടിൽ ആനന്ദിബെൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ. അഴിമതിയിൽ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണം നടത്തണമെന്നും ആവശ്യം. തായ്വാൻ നടുങ്ങി. ദക്ഷിണ തായ്വാനിൽ ശക്തമായ ഭൂചലനം. ഇന്ന് പുലർച്ചെയുണ്ടായ ഭൂകമ്പത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 5 പേർ മരിച്ചതായി റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്ക്. റിക്ടർ സ്കെയിലിൽ 6.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം വടക്ക് കിഴക്കൻ യൂജിങ്ങിൽ നിന്ന് 36 കിലോമീറ്റർ അകലെ. നിരവധി കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു. നിലംപൊത്തിയ 17 നില കെട്ടിടത്തിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്താൻ ശ്രമം തുടരുന്നു. തായ്വാൻ തലസ്ഥാനമായ തായ്പേയിലും നേരിയ ഭൂചലനം. ഭീകരതയ്ക്കെതിരെ. തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന 1.25 ലക്ഷം അക്കൗണ്ടുകൾ റദ്ദാക്കിയതായി ട്വിറ്റർ. നടപടി IS ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആശയപ്രചരണം നടത്തുന്നത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലെന്ന് വിശദീകരണം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.